അസ്സലാമു അലൈക്കും സുഹൃത്തുക്കൾ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. ചിക്കൻ കൊണ്ടാട്ടം നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 800 ഗ്രാം ചിക്കനാണ്. നമുക്ക് 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 800 ഗ്രാം ഉണ്ടാവും. ഓക്കെ, 800 ഗ്രാം ചിക്കൻ നമുക്ക് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണ് മുളക്, കാശ്മീരി മുളക് പൊടി, വേണ്ടത് 1 സ്പൂണ് ഉപ്പ്. അത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇടാം. 1 സ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് 1 തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ മസാലയിൽ ശരിക്കും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിലല്ല, താഴെ ഫ്രിഡ്ജിൽ വെക്കാം ഒരു 1/2 മണിക്കൂർ. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെക്കുക. അതിനകത്തേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ നിരത്തി വെച്ച ചിക്കൻ കറക്റ്റ് ഇതുപോലെ ഒന്ന് നോക്കുക, അടിയിൽ പിടിക്കുന്നുണ്ടോന്ന്. ഓക്കെ, ഒരു സൈഡ് ശരിക്കും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മറച്ചിടാം. അപ്പൊ ചിക്കൻ ഒരു സൈഡ് നമുക്ക് ശരിക്കും വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ചിക്കൻ മറച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ശരിക്കും മറച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ശരിക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ചിക്കനെ ഇതിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ അടുത്ത നമുക്കൊരു പാൻ വെക്കാം. പാൻ ചൂടാക്കാം. ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 1 കപ്പ്, അതായത് ഒരു 25-30 ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ചെറിയ ബ്രൗൺ നിറത്തിലാവുന്നതിനൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോ ഉള്ളി ശരിക്ക് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് 1 സ്പൂണ് ക്രഷ് ചെയ്ത ക്രഷ്ഡ് മുളക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 സ്പൂൺ 2-3 സ്പൂണ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ ഇടേണ്ടത് 1 സ്പൂണ് ഉപ്പ് ഇടുക. അതുപോലെ തന്നെ അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ചെറിയ ചൂടിൽ വെച്ചാൽ മതി, ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് ഇത് ശരിക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് മാറ്റുക. ഈ ചിക്കനും അതുപോലെ തന്നെ ഈ മസാലയും കൂടി ശരിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അതിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് നമുക്ക് ക്രഷ് ചെയ്ത മുളക് ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ചിക്കൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമുക്ക് അടിയിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി അത് വെന്ത് കഴിഞ്ഞതാണ്, നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എല്ലാം ക്ലിയർ ആയതാണ്. അപ്പോൾ ഈ
ഗ്രേവി ഇതിലേക്ക് കറക്റ്റ് പറ്റി പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ശരിക്ക് കറക്റ്റായിട്ട് വെറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയൊക്കെ പിടിച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചപ്പാത്തിയിലേക്കും അതുപോലെ തന്നെ പൊറോട്ടയിലേക്കും ഒക്കെ കഴിക്കാൻ നല്ലത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ കറക്റ്റ് പാകം. നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും കഴിക്കാനായിട്ട് നമുക്ക് കറക്റ്റ് പാകം ഇതാണ്. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം റെഡി ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങൾക്ക് എല്ലാ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടി നിങ്ങൾ ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും ചോറായാലും എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് ഇതിലേക്ക് ഒരു 3-4 കറിവേപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റുള്ള സാധനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇതിൻ്റെ അഭിപ്രായങ്ങൾ.